ويولج النهار في الليل وهو عليم بذات الصدور يولج الليل في النهار ويولج النهار في الليل وهو عليم بذات الصدور يولج الليل في النهار ويولج النهار في الليل وهو عليم യൂലിജു എന്താ യൂലിജു എന്ന് പറഞ്ഞാൽ അർത്ഥം വലജ. നമ്മൾ നേരത്തെ പറഞ്ഞു വലജ യലിജു. ഇത് ഔലജ യൂലിജു. ഔലജ പ്രവേശിപ്പിച്ചു. മനസ്സിലായില്ലേ? ഔലജ ഔലജ അതാണ് യൂലിജു. അവനാണ് പ്രവേശിപ്പിക്കുന്നവൻ. അല്ലയില രാത്രിയെ ഫിന്നഹാർ പകലിലേക്ക്. അപ്പൊ രാത്രിയെ ഇപ്പൊ രാത്രി ഇത് പയ്യെ എന്ത് ചെയ്യും? പകലിലേക്ക് പോകും അല്ലെ? വയൂലിജു ഔലജ യൂലിജു കിട്ടിയില്ലേ? അവനെന്ത് ചെയ്യുന്നു? പ്രവേശിപ്പിക്കുന്നു. അന്നഹാറ പകലിനെ എവിടെ? ഫില്ലേ. അപ്പൊ ഇതെന്താ പറഞ്ഞത്? രാവും പകലും രാവും പകലും മാറി മാറി വരുത്തുന്നത് ആരാണ്? നമ്മളെ കൊണ്ട് പറ്റൂല. ഇതിനൊക്കെ വീഡിയോസ് ഒക്കെ നമ്മളിങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ മാറി മാറി വരുന്നതൊക്കെ നോക്കി നോക്കിയപ്പോഴത്തേക്ക് സമയം കിട്ടിയില്ല. അല്ലെങ്കിൽ ഞാൻ ഒന്ന് രണ്ടെണ്ണത്തിൽ കാട്ടി ചെയ്തിട്ടു കണ്ടില്ലേ? അപ്പൊ ഇതാണ് എന്ത്? അവൻ അലീമും ബിദാത്തി സുദൂർ. അടുത്തൊരു കാര്യം പറഞ്ഞു തരാണ്. നമ്മളെ ഓരോ ആയത്തിന്റെ അവസാനം നമ്മൾ എന്താണ് ഇപ്പൊ നേരത്തെ പറഞ്ഞെന്താ? അധികാരം മുഴുവനും ആർക്കുള്ളതാണ്? ആകാശം അല്ലെ? ആകാശങ്ങളുടെയും ഭൂമിയുടെ ഈ ലോകത്തിന്റെ സകല അധികാരവും എനിക്കുള്ളതാണ്. ഇനി നിങ്ങളെ കർമ്മമൊക്കെ എന്ത് ചെയ്യും? നിന്റെ അടുത്തേക്കാണ് വരിക. അള്ളാഹിലേക്ക് ഒരു താക്കീതാണ്. ഇവിടെ കണ്ടില്ലേ? ആകാശഭൂമികളെ ഒക്കെ മാറ്റിമറിക്കുന്നതൊക്കെ എന്താണ്? ഞാനാണ്. ഇവിടെ എന്താ അടുത്ത് പറഞ്ഞത്? നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത് പോലും ഞാൻ അറിയണവനാണ്. സൂക്ഷിച്ചോളിട്ടോ അല്ലേ? ഇതാണ് എന്ത് ചെയ്യുന്നത്? അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. വേറെ കുറെ ആയത്തുകളൊക്കെ അല്ലെ? രാപ്പകലുകളുടെ സൃഷ്ടിപ്പില്, പിന്നെ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പില് രാപ്പകലുകൾ മാറി മാറി വരുന്നതിൽ ഒക്കെ ഉണ്ട് ദൃഷ്ടാന്തം എന്നാ പറയുന്നത് അല്ലെ? ഇപ്പൊ അതാണ് ഇവിടെ ഇതിനർത്ഥം നോക്കിയാൽ അല്ലേ? യൂലിജു അവൻ പ്രവേശിപ്പിക്കുന്നു. അല്ലയില രാവിനെ ഫിന്നഹാർ പകലിൽ അല്ലെ? യൂലിജു അവൻ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു. അന്നഹാറ പകലിനെ ഫില്ലൈൽ രാവിൽ. വഹുവ അവൻ അലീം അറിയുന്നവനാണ് ബിദാത്തി സുദൂർ അല്ലെ? ഹൃദയങ്ങളിലുള്ളത്. അടുത്തതിന്റെ മൊത്തത്തിലുള്ള അർത്ഥം കണ്ടില്ലേ? അവൻ രാത്രിയെ പകലിൽ പ്രവേശിപ്പിക്കുന്നു. അവൻ രാവിലെ എന്നാണ്. രാവ് എന്നാണ് രാത്രിയെ. രാവിലെ എന്നല്ല, രാവ്. രാവിൽ പകലിനെ രാവിൽ പകലിനെ അല്ല, രാവിലെ എന്നല്ലേ? അല്ലല്ല, രാവിൽ പുറത്തിൽ രാവിൽ രാത്രി എന്നാണ് ഉദ്ദേശം. രാവിൽ എന്നാ രാവിലെ എന്നല്ല. നമ്മൾ പറഞ്ഞില്ലേ ഇന്ന് 27 രാവാണെന്ന് അറിയില്ലേ? രാത്രിയിൽ പകലിന് ചെറിയ വ്യത്യാസമുണ്ട്. മലയാളം അങ്ങനെ തന്നെ, ഇതിന് മാറ്റമൊന്നുമില്ല. വളരെ രാത്രിയിൽ പകലിന് പ്രവേശിക്കുന്നു അത്ര ആ അർത്ഥം തന്നെയാണ്. പക്ഷെ രാവിൽ എന്നുള്ളത് എന്താണ്? രാത്രി എന്നുള്ളതിനുള്ളൊരു പകരാണെന്നുള്ളൂ അല്ലേ? അല്ലെ? രാത്രി പകൽ പ്രവേശിപ്പിക്കുന്ന അവൻ പകലിനെ രാത്രി താഴ്ത്തടില്ലേ? ഒന്നുകൂടി വ്യക്തമായിട്ടുണ്ട്. അതാ ഓരോ അർത്ഥം പറഞ്ഞായിട്ട് അതിൽ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് അർത്ഥം. ഇത് ബിദാത്ത് ഉള്ളത്. ദാത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളത് എന്നുള്ളത്. ബിദാത്തി സുദൂർ ഹൃദയത്തിലുള്ളത്. ദാത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളത് എന്നൊരു അർത്ഥമില്ല.
മനസ്സ് നമ്മുടെ എന്താണ് മനസ്സിന്റെ ഉള്ളിലുള്ളത്, അതായത് ഹൃദയത്തിലല്ല. ഇവിടെയുള്ള വയറോ അല്ല ഇവിടെ നേരമ്പോ ഞാടിയോ അതല്ല ഉദ്ദേശിക്കണേ. നമ്മുടെ മനസ്സിന്റെ നമ്മുടെ ചിന്തകൾ, ഹൃദയം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ചിന്തകൾ, നമ്മുടെ എന്തൊക്കെയാണോ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ളത്. ഇപ്പൊ എന്റെ മനസ്സിന്റെ ഉള്ളിലൊന്നും ആർക്കും എത്തിയാൻ പറ്റൂല. നമ്മുടെ മനസ്സിനുള്ളിൽ കുറെ സംഗതി ഒളിപ്പിച്ച് വെച്ചതും സംഗതിയൊക്കെ ഉണ്ട്, ആരോടും പറയാത്തൊക്കെ. പക്ഷെ ആർക്കറിയാം? അത്രേ അർത്ഥമുള്ളൂ. അതറിയും. അതുകൊണ്ട് നമ്മുടെ ഹൃദയം നന്നാക്കിക്കോളുന്നാണ് എന്റെ അല്ലേ? അറിഞ്ഞില്ലേ?